ആ സമയം കൊണ്ട് നമുക്ക് തമിഴ്നാട്ടിൽ വരെ ഒന്ന് പോകാം. തമിഴ്നാട്ടിൽ TVK സർക്കാർ രൂപീകരണത്തിൽ വീണ്ടും ട്വിസ്റ്റ്. വിജയെ പിന്തുണയ്ക്കാൻ ആലോചിച്ച ഒരു വിഭാഗം AIADMK MLA-മാർ സർക്കാർ രൂപീകരണത്തിൽ കേവല ഭൂരിപക്ഷം തികയ്ക്കാനാവാതെ TVK 118 അംഗങ്ങളുടെ പിന്തുണ വേണമെന്ന് ഗവർണർ ഉറച്ചു നിന്നതോടെ സർക്കാർ രൂപീകരണം നീളുന്നു. VCK പിന്തുണ പ്രഖ്യാപിക്കുന്നത് വൈകുന്നതാണ് TVK-യെ പ്രതിസന്ധിയിലാക്കിയത്. സുജിത് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. സുജിത്, ഇപ്പോൾ VCK ആണ് അവിടുത്തെ പ്രധാന പ്ലെയർ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. VCK-യുടെ തീരുമാനം അനുസരിച്ചിരിക്കും വിജയ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയാകുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോഴും ഗവർണർ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. 118 എന്നുള്ള സംഖ്യയിലേക്ക് എത്താൻ വിജയ്ക്ക് ഇനി എന്തെല്ലാം കടമ്പകളാണ് കടക്കേണ്ടത്? ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ നീളാനാണ് സാധ്യത? സ്വാതി, ഇന്ന് കാലത്തുണ്ടായിരുന്നതിനേക്കാൾ വിജയെ സംബന്ധിച്ച് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഒരു പക്ഷേ വിജയ് മുഖ്യമന്ത്രി ആയില്ലെങ്കിലോ വളരെ അപ്രതീക്ഷിതമായി വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകൾ ഒരുപക്ഷെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നടന്നാലോ ഈ ഘട്ടത്തിൽ അത്ഭുതപ്പെടാനില്ല എന്ന് ഈ നിമിഷം വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കാം. ഇപ്പോൾ ഏതായാലും ഇപ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പുതിയ ഒരു ഡെവലപ്മെൻറ്റ് AIADMK-യിലെ SP വേലുമണി, വിജയ് ഭാസ്കർ, CV ഷൺമുഖം എന്നീ MLA-മാർ ഒരുപക്ഷെ വിജയുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് ഒരു സാധ്യത. അങ്ങനെയാണെങ്കിൽ അവരുടെ ഒപ്പം 37 MLA-മാർ ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ 37 MLA-മാർ കൂടി ചേരുകയാണെങ്കിൽ വിജയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഭൂരിപക്ഷം കിട്ടും. കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് വളരെ മുകളിലെത്തും. EPS-ൻ്റെ അറിവോടെ അല്ല ഈ നീക്കമെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും നേരത്തെ AMMK ഉപയോഗിച്ച് നടത്തിയ ഒരു നീക്കമുണ്ട്. അതായത് ഒരു MLA പിന്തുണക്കത്ത്, കാമരാജ് എന്ന MLA-യുടെ പിന്തുണക്കത്ത് ഫോർജറി ചെയ്തുണ്ടാക്കി എന്ന പേരിൽ TTV ദിനകരൻ ഒരു കേസുമായി നീങ്ങുന്നുണ്ട്. അത് പരാതി കൊടുത്തിട്ടുണ്ട് ഗവർണർക്ക്. ആ പരാതി ഗവർണർ എടുക്കുകയും ഇതൊരു കുതിരക്കച്ചവടമാണ് എന്ന നിലയിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്താൽ TVK-ക്ക് സർക്കാർ രൂപീകരണ സാധ്യതകൾ മങ്ങും. ഒരുപക്ഷെ അതിനുള്ള ശ്രമം അദ്ദേഹം തടയും. അതേസമയം തന്നെ തിരുമാവളവൻ വേറൊരു കിങ് മേക്കറായി വരുന്നു എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒരുപക്ഷേ തിരുമാവളവൻ മുഖ്യമന്ത്രിയായാലോ ഉപമുഖ്യമന്ത്രിയായാലോ അത്ഭുതപ്പെടാനില്ല എന്ന തരത്തിൽ ചില കേന്ദ്രങ്ങൾ ഒക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് AIADMK DMK എന്ന തരത്തിലൊക്കെയുള്ള ചില ആലോചനകളാണ് നടക്കുന്നത്. പക്ഷേ അതൊന്നും ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാവതല്ല. ഏതായാലും ഗവർണർ നാളെ രാവിലെ മടങ്ങും എന്നാണ്, കേരളത്തിലേക്ക് മടങ്ങും എന്നാണ് അറിയുന്നത്. കേരളത്തിലെ സർക്കാർ രൂപീകരണ ചർച്ചകൾ നടക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് ഡൽഹിയിൽ നിന്നുള്ള തീരുമാനം കേരളത്തിലേക്ക് എത്തുന്നതിന് പിന്നാലെ ഗവർണർ ഇവിടെ നിന്ന് മടങ്ങും. വിജയ്ക്ക് ഇപ്പോൾ നിലവിൽ ഭൂരിപക്ഷം ഇല്ല എന്നാണ് ഗവർണറുടെ വിലയിരുത്തൽ. ഇനി ആ ഒരു സാഹചര്യം മാറണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞു വന്ന 2-3 സാഹചര്യങ്ങൾ ഒത്തുവരണം. AIADMK-യിലെ ഒരു വിഭാഗം MLA-മാർ വന്ന് പിന്തുണ കൊടുക്കുക. അതല്ല എങ്കിൽ അങ്ങനെ ഒരു നീക്കം AIADMK നടത്തുന്നുണ്ട് എന്നറിഞ്ഞ് വളരെ പെട്ടെന്ന് VCK ഒരുപക്ഷെ പിന്തുണ കൊടുക്കാനുമുള്ള സാധ്യതയുണ്ട്. തിരുമാവളവൻ ഇങ്ങനെ ഈ എങ്ങോട്ട് വേണമെങ്കിലും തിരിയാമെന്നൊരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക സന്ദിഗ്ധ ഘട്ടത്തിൽ തമിഴ്നാട് രാഷ്ട്രീയം വന്നെത്തി നിൽക്കുകയാണ്. ഈ ക്രോസ് റോഡിൽ നിന്ന് അധികാരത്തിൻ്റെ വാഹനം ഏതു വഴിക്കും തിരിയാമെന്നൊരവസ്ഥയാണ്. ഒരു 3-4 മണിക്കൂർ മുമ്പ് ഉണ്ടായിരുന്ന വിജയുടെ ഒരു വലിയ ഒരു സാഹചര്യം, അത്രയും ഒരു ചാൻസ് ഈ ഘട്ടത്തിൽ അല്പം മങ്ങി നിൽക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. സ്വാതി. ശരി സുജിത്, അങ്ങനെയാണ് തമിഴ്നാട്ടിലെ സാഹചര്യം. ഇപ്പോൾ വിജയെ സംബന്ധിച്ച് ഏറെ പ്രതിസന്ധികളിലേക്കൊക്കെ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് കടക്കുന്നു. അതിൽ എപ്പോഴാകും ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുക എന്ന് കണ്ടറിയണം. വീണ്ടും